ഫെറ്റിഷിസം എന്ന് കേട്ടിട്ടുണ്ടോ? നമുക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. 'ഭരതൻ' എന്ന മൂവിയിൽ അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഫഹദിന്റെ വൈഫിന്റെ അണ്ടർ ഗാർമെന്റ്സ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ടുണ്ട് കേട്ടിട്ടുള്ളോ? ഇതാണ് കാര്യം. ഫെറ്റിഷിസം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീകളുടെ അടുത്ത് സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സിനോടല്ലാതെ ബാക്കിയുള്ള ശരീരഭാഗങ്ങളോട്, കാലുകളോടോ, അവൾ ധരിക്കുന്ന വസ്ത്രങ്ങളോടോ ഒക്കെ തോന്നുന്ന ഒരു ആകർഷണമാണ് ഫെറ്റിഷിസം എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ ഒരു വീഡിയോസ് ചെയ്യുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അതിൽ ഈ ഫെറ്റിഷിസത്തിനെ കുറിച്ച് എഴുതിയപ്പം ആൾ പറഞ്ഞു ഇത് കട്ടുകട്ടി വേടാണ് എന്നുള്ളത്. അവർ പറഞ്ഞു, പലരും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്കേ ഉള്ളൂ, നമ്മുടെ ഏജിലുള്ളവർക്കാണ് ഈ ഫെറ്റിഷിസം നോക്കുമ്പോൾ കട്ടുകട്ടി വേക്ക്. പക്ഷെ അതല്ല, കുട്ടികളിൽ ഇത് യൂസ്ഡ് ആണ്. അതെന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി വന്ന ഒരു കേസാണ്. ഒരു 15 വയസ്സുകാരൻ കാസർഗോഡ് നിന്ന് അവനും അച്ഛനും കൂടിയിട്ട് വന്നതാണ്. അവൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ആരോടും സംസാരിക്കുന്നില്ല, വീട്ടിലൊക്കെ ബഹളം ഉണ്ടാക്കുന്നു, മൊബൈലില്ലാതെ അവനൊരു നിമിഷം പോലും ജീവിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ വിചാരിക്കുന്ന മൊബൈൽ അഡിക്ഷനാണ്. അപ്പം എന്താണ് കാണുന്നത്? അവൻ ചീത്ത കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ ചോദിച്ചു സൈബർ സെല്ലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായത്. അത് കുഴപ്പമില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഫ്രണ്ട്സ് ഇവൻ്റെ മൊബൈൽ യൂസ് ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ വന്നതാണ്, ഇവന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ ചോദിക്കാം, അപ്പം ഇപ്പം എന്തിനാണ് നിങ്ങൾ വന്നത്? അവന് മൊബൈലില്ലാതെ, മൊബൈൽ കൊടുക്കാതായി കഴിഞ്ഞാൽ ഭയങ്കര തല്ലാണ് വീട്ടിൽ. ഭക്ഷണം കഴിക്കില്ല, അച്ഛനെയും അമ്മേനെയും എടുത്തിട്ട് അലക്കുന്ന സ്വഭാവം ഉണ്ട് അവന്. അതായത് ഇവന് ഒരു 14-15 വയസ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോർമലി ചോദിച്ചു, ഈ കുട്ടിയുടെ അടുത്ത് തന്നെ ചോദിച്ചു, എന്താണ് മൊബൈൽ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത്രയും സമയം കാണാൻ മാത്രം അതിലെന്താ? ഞാൻ റീൽസ് കാണും, യൂട്യൂബ് കാണും, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണാണ്ട് വേറെ ഒരു കാര്യങ്ങളും എന്നിലില്ല. ഓക്കെ, വീണ്ടും അവൻ്റെ അടുത്ത് ചോദിച്ചു വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അവന് ഫെറ്റിഷിസമുണ്ട്. അതായത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛനായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛനൊരു കാര്യം പറഞ്ഞു. അവിടുത്തെ വീട്ടിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ എന്തെങ്കിലും ഒരു പുതിയ അണ്ടർ ഗാർമെൻറ്റ് മേടിച്ചു കഴിഞ്ഞാൽ അത് കാണൂല, അത് വാഷ്റൂമിലിട്ടാലോ പുറത്തിട്ടാലോ കാണില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം അതൊക്കെ ചുരുട്ടി കൂട്ടി എവിടെയെങ്കിലുമൊക്കെ കാണാം, വീടിൻ്റെ മൂലയിലോ അല്ലെങ്കിൽ മുറ്റത്തിലോ പറമ്പിലൊക്കെ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ടേക്കണം കാണാം. അപ്പോൾ അതാരാണ് ചെയ്യണേന്ന് ഒരു പിടിയും കിട്ടണില്ല മാം, അതിന് വല്ല ഹെൽപ്പും ചെയ്യാൻ മാമിന് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മോൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങിയത്. വളരെ വേദനിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനാണ് ഈ അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് എടുക്കുന്നത് മാസ്റ്റുർബേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ പാരൻസിൻ്റെ അടുത്ത് മൊബൈൽ അഡിക്റ്റഡ് ആണ്, ഒന്ന് ഹിപ്നോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് ഓക്കെ ആക്കാൻ പറ്റുമോ, അഡിക്ഷൻ ഒന്ന് മാറ്റി തരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഈ ഫ്രീ ഫയർ ഗെയിംസ്, അത് മാത്രമല്ല, ഗെയിംസിൽ മാത്രമല്ല അവർ ഫോക്കസ്ഡ് ആവുന്നത്, ഇതുപോലെയുള്ള ഓരോ പുതിയ പുതിയ കാര്യങ്ങളും അവർ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിലായി കഴിഞ്ഞാലും മറ്റുള്ളതിലും കാണുന്നുണ്ട്. നമ്മൾ നോർമലി സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിലൊന്നും പോവാത്തത് കൊണ്ട് തന്നെ പാരൻസിന് ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, അവർ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ എന്താ ഗെയിം കളിക്കുന്നു, അല്ലെങ്കിൽ എന്താ പാട്ട് കേൾക്കുന്നു, റീൽസ് കാണുന്നു, ഷോർട്സ് കാണുന്നു, ഇതൊക്കെയുള്ളൂ പാരൻസിന്. പക്ഷേ നിങ്ങളൊന്ന് അറിയണം, എന്താണ് കുട്ടികൾ കാണുന്നത്, എന്താണ് ചെയ്യുന്നത്. പലർക്കും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കുട്ടികളിൽ എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനായിട്ട് അവർക്ക് പേടിയാണ്, വിശ്വസിക്കാൻ പേടിയാണ് അവർക്ക്. കാരണം എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല, ഞാൻ അങ്ങനെയല്ല എൻ്റെ മക്കളെ വളർത്തിയേക്കണേ എന്ന് പറയുന്ന പാരൻസും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം, നമ്മുടെ മക്കൾക്ക്, നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്കറിയാം. പലപ്പോഴും മൊബൈലിലൊക്കെ അഡിക്ഷനായിട്ട് വരുമ്പോൾ നമ്മുടെ അടുത്ത് പറയുന്ന പാരൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നോ അതേ ഞങ്ങളുടെ മക്കൾ കാണുന്നുള്ളൂ, ഞങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാം, ഞങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ഒരിക്കലുമല്ല. നമ്മുടെ മക്കൾ എന്തൊക്കെ നമ്മൾ പാരൻസ് കാണണമെന്ന് വിചാരിക്കുന്നു അതുമാത്രമാണ് നമ്മൾ പാരൻസ് അറിയുന്നത്. ബാക്കി ഒരു കാര്യങ്ങളും നമ്മൾ കുട്ടികളെക്കുറിച്ച് അറിയുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കുട്ടികളുടെ അടുത്ത് ഫോൺ കൊടുക്കുമ്പോൾ അവർ എന്താണ് ചെക്ക് ചെയ്യുന്നത്, അവരെന്താണ് സെർച്ച് ചെയ്യുന്നത്, അവരെന്താണ് ഇങ്ങനെ ഇത്രയും ഇടതടവില്ലാതെ കാണുന്നത്, അവരെന്തുകൊണ്ടാണ് ഇത്രമാത്രം വയലൻ്റ് ആവുന്നത്. ഫ്രീ ഗെയിംസിൽ മാത്രമല്ല, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഡിസോർഡർ മേഖലയിലേക്ക് കുട്ടികൾ കടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പാരൻസിൻ്റെ അടുത്ത് ഒരു അപേക്ഷ പോലെ പറയുകയാണ്, ഞാൻ എൻ്റെ മക്കൾ അങ്ങനെയല്ല വളർത്തിയേക്കുന്നേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ മക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ നമുക്ക് ഈസി ആയിട്ട്
നമുക്ക് ഇതൊക്കെ മക്കളെ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് നമുക്ക് പറ്റും.